കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിന്റെയും അവകാശവാദങ്ങൾ അർദ്ധസത്യങ്ങളും വസ്തുതകളെ മറച്ചുവെക്കുന്നതുമായ ഒരു നടപടിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. എന്ന് മാത്രമല്ല, ഇത് കേരളത്തിലെ മലയോര മേഖലയിൽ വന്യജീവികളുടെ അക്രമം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം സംബന്ധിച്ച് മലയോര കർഷകർ കാണിച്ചിട്ട് ഉത്കണ്ഠയോട് നീതി പുലർത്താത്തതും അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്നതുമായ ഒരു നിലപാടാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ വനത്തിന് നിന്നും പുറത്തിറങ്ങി ജനങ്ങളെ മനുഷ്യരെ കൊല്ലുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളെ കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്ന വാദം ശരിയാണ്. ഈ വകുപ്പ് പ്രകാരം ഈ അധികാരം സംസ്ഥാനങ്ങളിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്നതാണ് പറയുന്നത്. എന്നാൽ അതിലെ നിബന്ധന പ്രകാരം യാതൊരു വന്യമൃഗത്തെയും അതിനെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റു സ്ഥലങ്ങളിൽ മാറാനോ സാധിക്കുകയില്ല എങ്കിൽ മാത്രമേ അതിനെ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഉത്തരവില്ല. ഒരു പ്രത്യേക കേസിൽ അതിനെ വെടിവെക്കാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട്. ഇതിന് നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിലെ ഒരു വകുപ്പ് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുമെന്നുള്ളത് എല്ലാ വകുപ്പിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വനം വകുപ്പിനെ മാത്രം ബാധിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിയമം ഉണ്ടാകും. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമവും റൂൾസുമാണ്. എല്ലാ നിയമത്തിനും ഒരു റൂൾസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. കേരളത്തിലെ ഈ നിലവിലുള്ള നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണുള്ളത്. അവ ആകെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കടുവ, പുലി എന്നിവയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ്. കടുവ, പുലി എന്നിവ പുറത്തിറങ്ങിയാൽ ആദ്യപടി എന്നുള്ള നിലയിൽ ഒരു 6 അംഗ സംഘം സമിതി പ്രാദേശികമായി രൂപീകരിക്കണം. അതിൽ ആരൊക്കെ വേണം? ചീഫ് വൈൽഡ് വാർഡന്റെ പ്രതിനിധി ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA പ്രതിനിധി വേണം. മൃഗ ഡോക്ടർ വേണം. വന്യജീവി ഇറങ്ങിയാൽ ആ വന്യജീവിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വന്യജീവി നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കുന്നവരെ കാത്തു നിൽക്കും. അതിനാണോ ധരിക്കേണ്ടത്? അപ്പൊ ഇത് അപ്രായോഗികമായ ഒരു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രപ്പോസലും ചട്ടങ്ങളും പരിശോധിച്ചാൽ അത് ഈ നിയമമുണ്ട് എന്ന് പറയുന്നതിന്റെ സ്പിരിറ്റിനെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ്. ഇവരെന്ത് വേണം? യോഗം കൂടി തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്താൽ ഇപ്പം കേരളം അനുവദിച്ച ഇളവനുസരിച്ച് പഞ്ചായത്തുകൾ തന്നെ പ്രഖ്യാപിക്കും. ഇതാണ് കേരളം ചെയ്തത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉണ്ടായിരുന്ന നിക്ഷിപ്തമായ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാർക്കും സെക്രട്ടറിമാർക്കുമായി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പാസാക്കി. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ ആ നടപടി എന്ത് തന്നെയായാലും
ഇന്നത്തെ നിലയിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. കാരണം അവർക്കുള്ള അധികാരമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവർ യോഗം കൂടി ചീഫ് വൈറ്റ് വാർഡിനെ അറിയിക്കുന്നതിന് എന്താ കാര്യമാണോ അവിടെ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല. ഇത് വല്ലാത്ത കാലതാമസം ഉണ്ടാക്കും. നേരത്തെ നിങ്ങളുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, ആദ്യഘട്ടങ്ങളിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടി ഒരു ദിവസവും 2 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഇത് കൊക്കിനെ പിടിക്കാൻ കൊക്കിന്റെ തലയിൽ വെണ്ണ വെക്കണമെങ്കിൽ കൊക്കിനെ പിടിക്കണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിന് അതിന്റെ അർത്ഥത്തിൽ അപഹാസ്യമായ വിധത്തിലുള്ള ഒരു ഉപാധികളാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടോ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെ ദിവസേനയുള്ള ചലനം മനസ്സിലാക്കാൻ പ്രഷർ ഇംപ്രഷൻ പാഡുകൾ PIPS സ്ഥാപിക്കണം. സ്ഥലത്ത് 144 പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ നിയന്ത്രിക്കണം. അത് ചെയ്യാം, അത്ര ജനങ്ങളുണ്ടെങ്കിൽ. മയക്കുവെടി വെക്കപ്പെടുന്ന കടുവ, പുലി ആരോഗ്യമുള്ളതാണോ അല്ലയോ എന്നത് പ്രസ്തുത സമിതി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. ഇവനെങ്ങനെ പരിശോധിക്കുക? ഇവിടെ വന്ന ഒരു കടുവയോ പുലിയോ ആരോഗ്യമുള്ളതാണോ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതാണോ എന്ന് ഉറപ്പുവരുത്തണം, പരിശോധിച്ച് ഉറപ്പുവരുത്തണം. 10 ഉപാധികളാണ് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിലെ അധികാരം പ്രയോഗിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഇതുപോലെ മനുഷ്യജീവന് ഭീഷണിയായിട്ടുള്ള മൃഗങ്ങളെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ അനുബന്ധം 2 ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യജീവന് ഭീഷണി എന്ന് പറയാവുന്ന സാഹചര്യങ്ങൾ നരഭോജിയാകുന്നത് എപ്പോൾ? എന്താ ഇതിന്റെ ആവശ്യം? നമ്മുടെ നാട്ടിലെ ആവശ്യം എന്താണ്? ഇവിടെ ഒരു വന്യമൃഗം ഇവിടെ വന്ന് ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വേണമെന്നതാണ് ജനകീയ ആവശ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെയും ആവശ്യം. ആ ആവശ്യത്തോട് നീതി പുലർത്തത്തക്ക വിധത്തിലുള്ളതല്ല ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുന്ന ഇപ്പോൾ നിയമത്തിലെ വ്യവസ്ഥകളും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെയും കേന്ദ്ര ഭരണകർത്താക്കളുടെയും നിലപാടുകൾ എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. മേൽ പ്രസ്താവിച്ച പ്രകാരമുള്ള നടപടികൾ പാലിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പ്രവർത്തിക്കാൻ കാലതാമസം നേരിടുന്നതും പൊതുജനങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുന്നത്. കൂടി ഈ നിയമം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമായ വിധത്തിൽ, കർഷക സമൂഹത്തിന് ആശ്വാസകരമായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന വിശദീകരണമാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് അപ്രായോഗികമായതുകൊണ്ടാണ് ഈ നിയമത്തിൽ കാലോചിതമായ ഈ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണം, അതിന് ഭേദഗതി വേണം എന്ന് സർക്കാർ ആവശ്യപ്പെടുക മാത്രമല്ല, കേരള നിയമസഭ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും ഒന്നിലധികം തവണ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ട് അതിന് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സംസ്ഥാന ഗവൺമെന്റിനെതിരെ മലയോര കർഷക മേഖലയിലെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ്. ഭാഗമായി പഞ്ചായത്തുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതാണ്ട് 5600 കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി ചെയ്തതാണ്. ഇക്കഴിഞ്ഞ 1 മാസമായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് എന്നുള്ള നിലയിൽ വനമേഖലയിൽ 2-3 ടീം ചേർന്ന് ഒരു സമഗ്രമായ സന്ദർശനം നടത്തി ആവശ്യമാണെങ്കിൽ
വന്യജീവി കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവരെ വെടിവെക്കാൻ ഉള്ള ഒരു ഡ്രൈവ് സംസ്ഥാന വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ ഡിവിഷനിൽ മാത്രം 42 പന്നികളെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര വനനിയമവും സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അധികാരങ്ങൾ പരിമിതമാണെങ്കിലും ആ പരിമിതികൾക്ക് നിന്നുകൊണ്ട് വന്യമൃഗങ്ങളെ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ വെടിവെക്കാനും പിടികൂടാനുമുള്ള ജാഗ്രതയോടുകൂടിയ സമീപനം സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. നിലപാടുകളാണ് വനം വകുപ്പ് പ്രവർത്തന പരിപാടികളാണ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ വെടിവെച്ചു കൊല്ലാനുള്ള ചെലവിന് ഉണ്ട്, ആ ചെലവിനുള്ള പണം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നില്ല എന്നാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? നേരത്തെയുള്ള സംഖ്യയിൽ നിന്നും അത് വർദ്ധിപ്പിച്ചത് പോരാന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. നേരത്തെ 1000 രൂപയും 1500 രൂപയായിരുന്നു രണ്ടിനങ്ങളിലായി. ഒന്ന് വെടിവെച്ച് കൊല്ലുന്നതിനുള്ള പ്രതിഫലവും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ചെലവുമാണ് അങ്ങനെ കണക്കാക്കിയത്. അത് പോരാ എന്ന് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് 2000-ഉം 3500-ഉമായി വർദ്ധിപ്പിക്കുന്ന ഉത്തരവാണ് സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. അതിനുള്ള പണം പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ചെലവാക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്. അപ്പോൾ പഞ്ചായത്തുകൾ ആ അധികാരം വിനിയോഗിക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകൾക്ക് ലഭിച്ച ഈ അധികാരം സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അധികൃതർക്ക് പ്രാദേശിക ഭരണകൂടം എന്ന അവകാശവാദം ഉന്നയിക്കാൻ പോലും അർഹതയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിൽ ഒരു വർഷം എത്ര, അപ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഉപാധികൾ പറഞ്ഞ് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന ഗവൺമെന്റിനെതിരെ ജനരോഷം വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള തീരുമാനങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിയമഭേദഗതി ആവശ്യപ്പെട്ടു ഇന്നെന്താ ഇന്നത്തെ മറ്റേ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെ എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കേരളത്തിന്റെ ഒരു ആവശ്യമായിരുന്നു, കർഷക സമൂഹത്തിന്റെ ആവശ്യമാണ്. കേന്ദ്രമന്ത്രിയുടെ ഈ നിലപാടിൽ കർഷകർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മലയോര മേഖലയിലെ സംഘടനകൾ എന്താണ് അഭിപ്രായം പറയാത്തത്? അവർക്ക് വേണ്ടത് എന്താണ്? വെടിവെച്ചാൽ മാത്രം പോരാ, അത് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന നിബന്ധനകളിൽ നിന്നും ഇളവ് വരുത്തി ബാക്കി കാര്യങ്ങൾ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന നടപടിയിൽ നിന്നും വന്യമൃഗങ്ങളെ പിന്തിരിപ്പിക്കുക എന്നതിനപ്പുറം അവയെ ആഹാരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൂടി സമ്മതിക്കണമെന്നാണ്. അത് കേന്ദ്രം അംഗീകരിക്കുന്നുണ്ടോ? അത് പാടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായി, അപ്പൊ ശാസ്ത്രീയമായി എങ്ങനെയാണ് അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം ശാസ്ത്രീയമായി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് സംസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുമായി ബന്ധപ്പെട്ട പല്ല്, നഖം തുടങ്ങിയ ജനങ്ങൾ വിലമതിക്കുന്ന അവരുടെ അവയവങ്ങളുണ്ടല്ലോ, അവയവ ഭാഗങ്ങൾ, അത് ട്രോഫി ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നിബന്ധനകളാൽ വരിഞ്ഞു മുറുക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കൈയിലും കയ്യാമം വെച്ച് ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും അത് ഏത് വിഭാഗത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ആ സമ്പ്രദായത്തിന് തുല്യമായ ഒരു നടപടിയും പ്രഖ്യാപനവും നിലപാടുമാണ് നമ്മൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് കേരളത്തിന്റെ ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം ചേർന്ന് ഇത്തരത്തിലുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാരിന് ഉത്തരവ് കൊടുക്കാനുള്ള അധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരുമാനം ക്യാബിനറ്റ് എടുത്തത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനോടും ഒരു പ്രതികരണവുമില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംസ്ഥാന വനം വകുപ്പിനെയും ഗവൺമെന്റിനെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന വളരെ വിചിത്രമായ ഒരു നിലപാടാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടുകൾ തിരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ വന്യജീവി ശല്യം മൂലമുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക്
ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും. കേന്ദ്ര നിയമത്തിൽ ഇളവ് വരുത്തിയാലല്ലാതെ വന്യജീവി അക്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾക്ക് അവസാനം കുറിക്കാൻ കഴിയില്ല എന്ന വസ്തുത കേരളത്തിലെ കർഷക സമൂഹം മനസ്സിലാക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ദയവായി അവർ വസ്തുതകൾ മനസ്സിലാക്കുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും വേണമെന്നും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളോട് സഹകരിക്കണമെന്നും ഈ ഘട്ടത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുകയും അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ചട്ടവും റൂളും SOP അനുസരിച്ച് പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ആ സമ്പ്രദായത്തിൽ മാറ്റി ഉപാധികൾ നിയമത്തിലെ വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുന്ന വിധത്തിലുള്ള ഭേദഗതി വേണം. കാരണം ഈ SOP വെച്ച് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് സാമാന്യ ബോധ്യമുള്ള ആർക്കും സാധിക്കുന്നതാണ്. ആ നിബന്ധനകളാണ് നിയമമല്ല മാറ്റേണ്ടത്. ആ നിബന്ധനകളിൽ മാറ്റം വരുത്തത്തക്ക വിധത്തിലുള്ള നിയമ ഭേദഗതി അതാണ് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഈ നിങ്ങളിപ്പം വന്നായിരിക്കും. ഞാനൊരു 12 ഉപാധികൾ വായിച്ചുകൂടെ? ഈ 12 ഉപാധികൾ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയുന്നത് ഇതിന്റെ സമയമായിരുന്നു പറഞ്ഞുതരാം. ഈ ഉപാധികളോട് കൂടിയാണ് അധികാരം. ഈ ഉപാധികൾ വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലത്തൂരിലേക്ക് പോകണം, പക്ഷെ കോരപ്പുഴ പാലം കടക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പണ്ട് ഷിബു ചക്രവർത്തിയുടെ ഒരു കഥയുണ്ട്. ജനങ്ങൾക്കെതിരാകുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് മാറ്റം വേണമെന്ന് പറയുന്നത്. 2, നമ്മളൊരു പിന്നൊരു ആവശ്യം ഉന്നയിച്ചത് ക്ഷുദ്രജീവികളെ, പ്രത്യേകിച്ചും കാട്ടുപന്നികളെ വെറുമ്പിനായി പ്രഖ്യാപിക്കണം. അതിന്റെ ഉദ്ദേശം എന്താണ്? വെറുമ്പിനായി പ്രഖ്യാപിച്ചാൽ ഈ ശാസ്ത്രീയമായ സംസ്കരണം എന്ന ഭാഗം ഒഴിവായി കിട്ടും. പിന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ ഗവൺമെന്റ് കാട്ടിനകത്ത് കയറി എല്ലാ വന്യമൃഗങ്ങളെയും ഒറ്റയടിക്ക് കൊന്നൊടുക്കി വന്യമൃഗരഹിതമായ ഒരു കാട് എന്ന സങ്കല്പത്തിലേക്ക് പോകാനാവില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിലുള്ള വന്യമൃഗങ്ങളെ ഉപാധിരഹിതമായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിക്ഷിപ്തമായ അധികാരം അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ നൽകുന്ന വിധത്തിലുള്ള മാറ്റമാണ് വേണ്ടത്. പ്രശ്നമില്ല. മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇത് പ്രശ്നമാണെങ്കിൽ കേരളത്തിലേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പൊ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ മറുപടിയിൽ തന്നെ അതുണ്ടല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ 1 വർഷത്തിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം. അവർക്ക് എന്താന്ന് പ്രശ്നം പറഞ്ഞാൽ ജനവാസ മേഖലയിൽ കേരളത്തിലുള്ളതുപോലെ എല്ലാ പ്രദേശങ്ങളും ജനവാസ മേഖലയല്ല. കാരണം അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഗ്രാമങ്ങളാണ്, അല്ലെങ്കിൽ കോളനി എന്തായാലും പറയാം, വില്ലേജ്, സെപ്പറേറ്റ് വില്ലേജ്. ബാക്കി സ്ഥലമൊക്കെ വിജനമാണ്. പിന്നെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മാധ്യമങ്ങളും ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയായി കണ്ടുകൊണ്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പം കർണാടക സംസ്ഥാനത്ത് ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്, പക്ഷെ അത് വാർത്തയല്ല. പിന്നെ ഒന്ന്, അതിലാണ് നിങ്ങളെയൊക്കെ പുറകോട് എന്താണ് ഉള്ളത്? കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഇത്തരം അക്രമങ്ങളിലൂടെ മനുഷ്യന്റെ മരണനിരക്ക് കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂന്നിയിലൊരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണല്ലോ മാറ്റം വേണമെന്ന് പറയുന്നത്. അതെ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കേരളത്തിലെ പ്രശ്നം ഈ അധികാരം, നിലവിലുള്ള അധികാരവും വ്യവസ്ഥയും ഉപയോഗിച്ച് കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ ആവശ്യങ്ങളോട് നീതി പുലർത്താനാവില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് നീതി പുലർത്തണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. വേണ്ട, നമ്മൾ ഇത്രയും പറഞ്ഞു, സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാനുള്ള സാഹചര്യം അനുസരിച്ച് ചെയ്യാനുള്ള അധികാരം കൊടുത്താൽ മതി. ഇന്ത്യയിലാകെ വേണമെന്നില്ല. ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട അടിയന്തര കാര്യങ്ങളിൽ ഇന്ത്യൻ വിധത്തിൽ ചെയ്യാനുള്ള ഇളവ് അനുമതി, അതാണ് ഇളവ് എന്ന് പറയുന്നത്. നിബന്ധനകളിൽ ഇളവ് മതി, ഇന്ത്യക്കാകെ വേണ്ട. കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വന്യജീവി അക്രമത്തിൽ നിന്നും മരണമടഞ്ഞവരുടെയും കൃഷിനാശം നേരിച്ചവരുടെയും താല്പര്യങ്ങൾ പരിഗണിക്കുന്നതിനും
നിലവിലുള്ള വ്യവസ്ഥകളിൽ സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ ഘട്ടത്തിൽ, പൂർണ്ണമായിട്ട് വേണ്ട, ഒരു പ്രത്യേക കാലത്ത് ഇത് സീസണാണ്, ഈ സീസണിൽ അതിനുള്ള ഒരു അധികാരം കൊടുത്താൽ മതി. അതെ അതെ, ഞങ്ങളാണല്ലോ അവിടെ പോയിട്ട് പിന്നെ വൈദ്യുതി കമ്പി ചോർത്ത് ഇലക്ട്രിക് ലൈനിലുള്ള കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരിപാടി സ്വീകരിച്ചത് വനംവകുപ്പാണല്ലോ. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടുന്ന വിവരം? കാരണം ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപറയുക മാത്രമാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം പല ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഫെൻസിംഗ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിൽ ആക്ഷേപങ്ങളില്ല. ഈ പരാതിയിൽ അല്പം കഴമ്പുണ്ട്. കാരണം ഫെൻസിങ് കെട്ടുക, പിന്നീട് അത് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതിന്റെ ഫലമായി സോളാർ ഫെൻസിങ്ങിനുള്ള പ്രശ്നം കുറെ കഴിയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. അത് കാലോചിതമായി പരിശോധനകൾ നടത്തുകയും ശാക്തീകരണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാലനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു യജ്ഞം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആകെ ഉള്ള വനാതിർത്തിയുടെ 70% ഇപ്പോൾ ഫെൻസിംഗ് ഉള്ളത്. ഈ 70%-ൽ 20%-ഓളം പ്രവർത്തനരഹിതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം ചെയ്യാൻ പോകുന്നത് അവയെ പ്രവർത്തനക്ഷമമാക്കുക എന്നാണ്. അവിടെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ ഒരു പരിശോധന നല്ലതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് നേരം അവരിൽ തന്നെ നിക്ഷിപ്തമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇളവ് കിട്ടാത്തിടത്തോളം കാലം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല, അത് വിശദീകരിച്ചു. ഇവിടെ ഈ കമ്മിറ്റി കൂടി CCF-നെ അറിയിച്ച്, CCF ചീഫ് വൈദ്യാറിനെ അറിയിച്ച്, അദ്ദേഹം ഇത് പരിശോധിച്ച് അദ്ദേഹത്തിന് തൃപ്തികരമാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരവുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമാർഗം ആ അധികാരം അവിടെ കൂടി ആലോചിച്ച്, അതിപ്പോൾ അതിലെ പ്രതിനിധികളുടെ പേര് ഞാൻ വായിച്ചത്, എവിടുന്ന് ഇവരെയൊക്കെ വിളിച്ചു വരുത്താൻ സാധിക്കുക? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ഇവരെയൊക്കെ വിളിച്ചു കൂട്ടാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് സമയത്തിനെടുക്കും. അപ്പോൾ ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ ഇപ്പോഴുള്ള ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളിലും SOP-യിലും ഇളവ് വരുത്തിയാൽ തൽക്കാലം ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ വേണ്ടി കഴിയും. അതിനെങ്കിലും സമ്മതിക്കണമെന്നതാണ് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിന് അയച്ച കത്തിൽ. വരിഞ്ഞു മുറുക്കുന്ന നിബന്ധനകളിലൂടെ അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ ദുരന്തമാണ് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്നത്. ആ ഇരട്ടത്താപ്പിനെതിരെ യോജിച്ച ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ, കേരളത്തിന്റെ താല്പര്യം എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്താൻ കഴിയും. ആ ചെറിയ മാറ്റം പോലും കർഷക ജനതയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാകും. അതിനുവേണ്ടിയുള്ള പിന്തുണയും സഹകരണവും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ പക്ഷെ അതൊരു ഡിബേറ്റിനെ പറ്റുള്ളൂ.